വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി, ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി മെയ് മാസം 2024 രാവിലെ 7:15 കരുതൽ. ഇന്നലെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ടെലഗ്രാമിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്ക്രീൻഷോട്ട് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഇട്ടിരുന്നു. അത് അതേപോലെ തന്നെ അതാത് ലെവലിൽ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. അത് യാതൊരു കാരണവശാലും എൻ്റെ കഴിവല്ല. അത് എല്ലാം മാർക്കറ്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിനകത്ത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. മാർക്കറ്റ് പ്രൊഫൈൽ പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ അത് അങ്ങനെ നോക്കാനായിട്ട് കണ്ട് എല്ലാവരും പഠിക്കുക, സെൽഫായിട്ട് പഠിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഈ നമ്മൾ ഇന്നലെ വീണ്ടും നമ്മളെപ്പോഴും ടെലഗ്രാമിലൊരു കാര്യം ഇടാറുണ്ട്. അതായത് ഡിസ്കോഡ് എന്ന് പറഞ്ഞ്, അതായത് സ്പോട്ടിൻ്റെ മൂവിനും ഫ്യൂച്ചറിൻ്റെ മൂവിനും. ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടും ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ മൂവിനും ഡിസ്കോഡ് ഉണ്ട് എന്ന് നമ്മൾ ഇടാറുണ്ട്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ശ്രദ്ധിച്ചതിന് ശേഷം ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചോ, ഇങ്ങനെ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേ ഓപ്പണിൻ്റെ താഴെയായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഒരു ആൾമോസ്റ്റ് ഒരു ഉച്ച വരെ, എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക്, ആൾമോസ്റ്റ് എന്താ പറയുക, ഒരു ഡി പീരീഡ് വരെ 10:45 വരെ ഓപ്പണിൻ്റെ മുകളിലായിരുന്നു. ഡേ ഓപ്പണിൻ്റെ മുകളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് മാർക്കറ്റ്. നിങ്ങൾ ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിലും ഓപ്ഷൻ സെല്ലറായിട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്നും ആരും പറഞ്ഞു തരുമോ പഠിപ്പിക്കുകയോ ഇല്ല. എല്ലാവരും ഇൻഡിക്കേറ്റർ പഠിപ്പിക്കും. എല്ലാവരും ഇവിടെ വാങ്ങിക്കണം അവിടെ വിൽക്കണമെന്ന് പറയും. അതേപോലെ എന്താ പറയുക, നിറച്ച് ന്യൂസ് പറയും. ഡൗ ജോൺസ് വീണു, അല്ലെങ്കിൽ FII അത്ര വാങ്ങിച്ചു, ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആൾ തന്നെയാണ്, ഇല്ല എന്നല്ല പറയുന്നത്. അതിൽ നിന്ന് മാറി ഞാൻ നോക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മാർക്കറ്റ് തന്നെ നിറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇന്ന് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. നമുക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ 49,000 ഉള്ളത്. 49,000 ഈ ആരോ ഇവിടെ വാങ്ങിക്കുകയോ വിൽക്കുകയോ, അതിന് നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിൽ വേർഡ്സൊക്കെ പറയും. എന്താ പറയുക, സപ്ലൈ അബ്സോർപ്ഷനോ ഡിമാൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ നല്ലൊരു സപ്ലൈ വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. അതാണ് സംഭവം. നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ഈ ഗ്രേ ഏരിയയിൽ കാണുന്നത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രേ ഏരിയയിൽ ഗ്രേ കളറുള്ള സ്ഥലം കാണുന്നത് വാല്യൂ ഏരിയ എന്ന് പറയും. ഇതിൻ്റെ മുകളിലുള്ളതിന് വാല്യൂ ഏരിയ ഹൈ എന്നും താഴെ ഉള്ളതിന് വാല്യൂ ഏരിയ ലോ എന്നുമാണ് പറയുന്നത്. 75% അല്ലെങ്കിൽ ഒരു 65% ആൾക്കാർ കൂടുതൽ ഈ പ്രൈസ് ലെവലിലാണ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് 48,300 മുതൽ ഇന്നലെ 49,300 മുതൽ 48,990 വരെ ഈ പ്രൈസ് ലെവലിൽ നിറച്ച ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇവിടെയാണ് ഇന്നലെ കച്ചവടം നടന്നത്. ഇന്നലെ നടന്നിരിക്കുന്നത്. ഓക്കെ, ഈ നടുവിൽ കാണുന്നത് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. അതായത് ഒരു 80% ആൾക്കാർ ഈ പ്രൈസിൽ 49,150 എന്ന് പറയുന്ന പ്രൈസ് ലെവലിൽ നിറച്ച ആൾക്കാർ ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതും നമുക്ക് പഠിക്കാൻ പറ്റുന്നതും. ഓക്കെ, നമുക്ക് 49,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് 49,360 ഈ ഒരു പുവർ ഏരിയ, അതായത് വീക്കർ ഹാൻഡ്സ് മുകളിൽ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ബി പീരീഡിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ന്യൂസോ എന്തോ കേട്ടിട്ടും ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ വീഴും, നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം, 1000 പോയിൻ്റ് വീഴും, അല്ലെങ്കിൽ 1,500-2,000 പോയിൻ്റ് വീഴും എന്ന് ആരോ
ഏതോ വലിയ ടീം തന്നെ ഹൈ ഇൻഡിവിജ്വൽ റീറ്റെയിലറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് താഴെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവർ അത്രയ്ക്കും പവർഫുൾ അല്ല. അതുകൊണ്ട് ഇതിന് വീക്കർ ഹാൻഡ് സെല്ലിംഗ് എന്ന് പറയും. ഈ വീക്കർ ഹാൻഡ്സിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് 49,360 മുകളിലൊരു നല്ല അക്സെപ്റ്റൻസ് കിട്ടിയാൽ അടുത്ത ടാർഗറ്റ് 49,600 49,600 655 അടുത്ത ടാർഗറ്റ് മുകളിൽ നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 49,360 മുകളിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയും അതിന് മുകളിൽ പോയാലും മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഇത് മുകളിലോട്ട്. താഴോട്ടാണെന്നുണ്ടെങ്കിൽ 49,000 താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആവുകയും താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്താൽ 48,660 എന്നുള്ള ടാർഗറ്റ് താഴെ നമുക്ക്, അതായത് ഈ വാല്യൂ ഏരിയ, ഇവിടെ ഒരു വാല്യൂ ഏരിയ ഹൈ ഉണ്ട്. ഈ വാല്യൂ ഏരിയ ഹൈ ഇവിടെ ഈ ലെവൽ, ഈ വാല്യൂ ഏരിയ ഹൈ നമുക്ക് 48,660 എന്ന് പറയുന്ന ഈ വാല്യൂ ഏരിയ ഹൈ ഫോർ ദ ടൈം ബീയിങ് ഒരു സപ്പോർട്ടായിട്ട് മാറും. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വിസിറ്റ് ചെയ്താൽ താഴെ. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാലുള്ള കാര്യമാണ് പറയുന്നത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49,000 മുകളിൽ കുറച്ചൊരു 75 80 പോയിൻറ്റിൻ്റെ അവിടെ ഓപ്പണായി, അല്ലെങ്കിൽ 49,000 താഴെ ഒരു 75 80 പോയിൻറ്റ് താഴെ ഓപ്പൺ ആയാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനെ ഷെയർ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കണ്ടതിൽ നന്ദി, നമസ്കാരം.